അന്നും അയാൾ മദ്യപിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് കടന്നു വന്നത്. പണിയുള്ള ദിവസമൊക്കെയും അയാൾ മദ്യപിക്കുമായിരുന്നു. മദ്യപിച്ചു കഴിഞ്ഞാൽ ഒരു ഭ്രാന്തൻ രീതിയാണ്. മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും ചെയ്യുമായിരുന്നു. തന്നെയല്ല, അനാവശ്യമായ വാക്കുകൾ വിളിച്ചു പറഞ്ഞ് വീട്ടിൽ ബഹളമുണ്ടാക്കും. കാരണം അയാളുടെ വീട്ടിൽ അയാളുടെ അമ്മ മാത്രമേ ഉള്ളൂ. പലപ്പോഴും അമ്മയായിട്ട് വഴക്കുണ്ടാക്കി അമ്മയെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അന്നും മദ്യപിച്ച് കഴിഞ്ഞ് വന്ന് അമ്മയെ നല്ല ഒരു തള്ളയെന്നാണ് വിളിക്കുന്നത്. എന്തോ പറഞ്ഞു, പെട്ടെന്ന് ആ അമ്മയ്ക്കിട്ട് ഒരു ചവിട്ട് കൊടുത്തു. ഇയാൾ നല്ല ആരോഗ്യമുള്ളൊരു മനുഷ്യനാണ്. പണിക്ക് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന പൈസ കൊടുത്ത് മദ്യപിച്ച് ലക്ക് കെട്ട് അവിടെ ഇവിടെയും കിടന്നു. ലക്ക് കേട് മാറുമ്പം എണ്ണിച്ച് വീട്ടിൽ ചെല്ലുക. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ബഹളമുണ്ടാക്കുക, അയൽവക്കത്തുള്ളവരുമായിട്ട് പ്രശ്നമുണ്ടാക്കും. അങ്ങനെയൊക്കെയുള്ള സ്വഭാവമായിരുന്നു. ആ അമ്മയ്ക്ക് ഈ ഒരു മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ മകൻ്റെ സ്വഭാവം മാറും എന്നുള്ളത് വെച്ചുകൊണ്ടാണ് അമ്മ ഇവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്. കല്യാണം കഴിച്ച് ഏതാണ്ട് 1.5 വർഷക്കാലമേ ആ ഭാര്യ കൂടെ താമസിച്ചുള്ളൂ. ഈ മദ്യപാനം കാരണം ആ സ്ത്രീയും ഇവനെ വിട്ടിട്ട് പോയി. അയാൾക്ക് യാതൊരു കൂസലുമില്ലായിരുന്നു. അയാൾ ദിവസവും മദ്യപിക്കും. ആഴ്ച 2-3 ദിവസം പണിക്ക് പോകും. പണിക്ക് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന കാശ് കൊടുത്ത് മദ്യപിക്കുക. വീട്ടിലെ പഞ്ഞവും പട്ടിണിയുമാണ്. ഈ അമ്മ വഴക്ക് പറയുമായിരുന്നു. പലപ്പോഴും ഈ അമ്മ പറയുന്നത് കേൾക്കാതെ അയാൾ അമ്മയെ ഉപദ്രവിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പം നമുക്ക് ആ വീട്ടിൽ പോയിട്ട് അവിടുത്തെ വിവരങ്ങളൊക്കെ ഒന്ന് അറിയാം. അവിടെ ഒരു സംഭവം നടന്നിരിക്കുകയാണ് ആ വീട്ടിൽ. ഈ മനുഷ്യന് വീട്ടിൽ ചെന്ന് അമ്മയായിട്ട് വഴക്കുണ്ടാക്കി. അമ്മ പറഞ്ഞ് എന്തോ ഇഷ്ടപ്പെട്ടില്ല, എന്തോ കൂട്ടാനോ കറിയോ കുറവാണെന്നുള്ള പറഞ്ഞാണ് അമ്മയോട് വഴക്കുണ്ടാക്കി. അമ്മ പറഞ്ഞു ഇറങ്ങി പോടാ എന്ന് പറഞ്ഞു. ആ ഇരുന്നിരിപ്പിൽ ഇയാൾ അമ്മയെ തൊഴിച്ചു. അമ്മ മറിഞ്ഞു വീണു. അമ്മ മറിഞ്ഞു വീണ് അവിടെ കിടന്ന് പുലമ്പിക്കൊണ്ടിരുന്നു. മിണ്ടാതിരി തള്ളയെന്നും പറഞ്ഞ് ആ അമ്മയുടെ അടുത്ത് ഇവൻ ചെന്നു. വീണ്ടും ഇവരെ ചവിട്ടുവാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഈ അമ്മ അവൻ്റെ കാല് പിടിച്ചു കരഞ്ഞു. മോനെ, എന്നെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് കാല് പിടിച്ചു കരഞ്ഞു. എന്നാൽ മദ്യത്തിൻ്റെ ലഹരിയിലായിരുന്ന ആ മനുഷ്യൻ അത് കേട്ടില്ല. അയാൾ അവിടെ മൂലയ്ക്ക് വെച്ചിരുന്ന ഒരു കോടാലി ഉണ്ടായിരുന്നു. ആ കോടാലി എടുത്ത് ആ അമ്മയുടെ നേരെ വലിച്ച് വീശി. പെട്ടെന്നൊരമർച്ചയോടുകൂടി ഈ അമ്മ അവിടേക്ക് മറിഞ്ഞു വീണു. ഓടിക്കൂടിയ നാട്ടുകാരും എല്ലാം ചെന്ന് കണ്ട കാഴ്ച, തലയ്ക്ക് അടിയേറ്റ് ബോധരഹിതയായി കിടക്കുന്ന ആ തള്ളയാണ്. പലരും ചെന്നു. ഇവൻ അപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിക്കളഞ്ഞു. പലരും വന്ന് ഈ തള്ളയെ ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി ഒരുങ്ങി. വാഹനം പിടിക്കുവാൻ വേണ്ടി പലരും പോയി. പക്ഷേ വണ്ടി വരുവാൻ താമസിച്ചു. എന്നാൽ അല്പനേരം കഴിഞ്ഞപ്പോൾ ഈ തള്ള അവിടെ മരിച്ചു പോവുകയാണ് ചെയ്തത്. ഒരു മകളിൽ നിന്ന് ഉണ്ടായ ആ ക്രൂരത കാരണം ഈ ലോകത്തോട് വിട പറഞ്ഞ ഒരമ്മ. പല വീടുകളിലും ഇന്ന് മദ്യപാനം മൂലം എത്രയോ കുടുംബങ്ങളാണ് തകരുന്നത്. ഭാര്യാഭർത്തകന്മാർ തമ്മിലുള്ള ബഹളങ്ങൾ, മാതാപിതാക്കളോട് മക്കൾ പെരുമാറുന്ന പെരുമാറ്റങ്ങൾ. മദ്യപാനം ഒരു വിഷമാണ്, ഒരു വിപത്താണ്. ഈ മദ്യപാനം കാരണം എത്രയോ കുടുംബങ്ങളാണ് തകർന്നു പോകുന്നത്. ഇയാൾ നേരത്തെ മദ്യപിക്കത്തില്ലായിരുന്നു. എന്നാൽ മദ്യപാനം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വീടിൻ്റെ സ്വസ്ഥതക്കേടും പോയി. അമ്മയ്ക്ക് ഏക ഒരു മകനാണ്. ആ മകനെ നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും എന്നുള്ള രീതി കൂടിയാണ് ഈ അമ്മ വളർത്തിയത്. കാരണം ഇവൻ്റെ അച്ഛൻ നേരത്തെ മരിച്ചു പോയിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഏക ആശ്രയം ഈ മകനായിരുന്നുള്ള ആ തോന്നലാണ് ഈ മകൻ എന്തെല്ലാം ചെയ്താലും സഹിച്ചുകൊണ്ട് ഈ അമ്മ അവൻ്റെ കൂടെ ജീവിച്ചത്. പലപ്പോഴും ഈ അമ്മയെ മകൻ ഉപദ്രവിക്കുമായിരുന്നു. ഈ മനുഷ്യൻ അവിടെ കടന്നു വന്നാൽ, അല്ലെ മദ്യപിച്ച് വന്നാൽ, ചുറ്റുപാടുള്ള അയൽവക്കത്തുള്ളവർക്കൊക്കെയും ഭയമാണ്. കാരണം അയൽവക്കത്തുള്ളവരായിട്ട് എപ്പോഴും വഴക്കും വക്കാണും ഉണ്ടാക്കുന്ന ഒരു സ്വഭാവം ഈ കൊണ്ടായിരുന്നു. നാട്ടിലും അയാൾ വഴക്കും വക്കാണും ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ മദ്യപാനം അയാളുടെ ജീവിതം നശിപ്പിച്ചു. തന്നെയല്ല, അയാളുടെ ഒരു പെൺകുട്ടി അവിടെ കടന്നു വന്നു. അവിടെയും കുടുംബം തകർന്നു. അവിടെയും ആ പെൺകുട്ടിയുടെയും ജീവിതം നശിച്ചു പോയി. നോക്കി, ആ സംഭവം പറഞ്ഞ് അവിടോട്ട് പലരും വരുന്നുണ്ട്, പലരും കയറി പോകുന്നുണ്ട്.
നമുക്കും ആ വീട്ടിലോട്ട് പോയിട്ട് അവിടുത്തെ വിവരങ്ങളും കാര്യങ്ങളും ഒന്ന് അറിഞ്ഞിറങ്ങി വരാം. എന്തോ ഒരു ഭയങ്കരമാണ്. മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ മാറിക്കഴിഞ്ഞാൽ, മനുഷ്യൻ്റെ സ്വബുദ്ധി മാറിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? സ്വന്തം രക്തത്തിൽപ്പെട്ടവരെ പോലും തിരിച്ചറിയാൻ വയ്യാതായ അവസ്ഥകളല്ലേ. മദ്യപാനം എത്രയോ കുടുംബങ്ങളെ തകർത്ത് തരിപ്പണമാക്കി കളയുന്നു. മദ്യപാനം മനുഷ്യൻ്റെ ജീവിതത്തെ നശിപ്പിച്ച് കളയുന്നു. അനേകർ അവിടെ കടന്നു വന്നു, അനേകർ വിവരങ്ങൾ അറിഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്, അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ മദ്യപാനം വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം രക്ഷപ്പെടും. അതാണ് ആവശ്യം. കുടുംബത്തിൻ്റെ സ്വസ്ഥത ആഗ്രഹിക്കുന്നവർ മദ്യപാനം ശീലമാക്കരുത്. നല്ല പണിയും ജോലിയും ഉണ്ടായിരുന്ന ഈ മനുഷ്യൻ്റെ അവസ്ഥ, ആ മനുഷ്യൻ ഇന്ന് ജയിലിലാണ്, വർഷങ്ങളായിട്ടും ജയിലിൽ കഴിയുകയാണ്. അന്നേരത്തെ മദ്യപാനത്തിനുണ്ടായ അന്നേരത്തെ കോപം, അവിടെ ആ മനുഷ്യൻ്റെ ജീവിതം നശിച്ചു.